എറണാകുളത്തെ CPM നേതാവ് KJ ഷൈൻ, MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് എതിരെ നടക്കുന്ന അപവാദ പ്രചരണം ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദം കൂടിയായിരിക്കുകയാണ്. KN ഉണ്ണികൃഷ്ണൻ MLA മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നു. MLA ഇപ്പോൾ ഒരു വിഷയത്തിൽ അപവാദ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 2 ആഴ്ചയായി നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ എനിക്കെതിരായിട്ടുള്ളൊരു കള്ളപ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന് ഒരു അടിസ്ഥാനമില്ലാത്തൊരു വ്യാജ പ്രചരണമാണ്. അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള പറവൂര് സ്വദേശിയായിട്ടുള്ള പെരുമ്പടന്നയ്ക്ക് സമീപം താമസിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലുള്ളൊരു കള്ളപ്രചരണത്തിൻ്റെ FB പോസ്റ്റ് ആദ്യമായി ഇടുന്നത് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. അതിനുശേഷമാണ് ഇന്നലെയോടുകൂടി വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം, അടിസ്ഥാനമില്ലാത്തത്, കെട്ടും കഥകളും ഒക്കെയായി വരുന്നത്. അതിനെതിരായിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും, ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും, DGPക്കും, വൈപ്പിൻ മണ്ഡലം ഉൾക്കൊള്ളുന്ന മുനമ്പം DYSPക്കും, അതുപോലെ തന്നെ ആലുവ SPക്കും ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ പ്രചരണത്തിൻ്റെ തുടക്കം? എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പ്രചരണം വരുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ആദ്യമായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രചരണത്തിൻ്റെ എല്ലാം പിന്നിൽ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും ഒരുമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് മാധ്യമപ്രവർത്തകനായിരുന്ന ശ്രീ ഷാജഹാൻ. അദ്ദേഹം നടത്തുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലൂടെ ഏറ്റവും മ്ലേച്ഛമായ, സാധാരണ മാധ്യമപ്രവർത്തകർ കാണിക്കേണ്ട ഒരു പവിത്രതയും വിശ്വാസ്യതയും അതൊന്നുമില്ലാതെ അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ഒരു രീതി അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. KJ ഷൈൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ കൂടി ഉന്നം വെച്ച് കണ്ടായിരുന്നു KJ ഷൈൻ്റെ പ്രതികരണം. നിങ്ങൾക്കും അത്തരത്തിലൊരു ആരോപണമുണ്ടോ? ഷൈൻ ടീച്ചർ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഷൈൻ ടീച്ചർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തമായ തെളിവുകളുടെയും അവരുടെ നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ടീച്ചർ അത് പറഞ്ഞിട്ടുണ്ടാകുക. പക്ഷെ ഇവിടെ ഒരു കാര്യം നമുക്ക് സംശയിക്കാം. പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മുൻ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, CPM നേതാക്കൾക്കെതിരെ ഒരു ബോംബ് വരാൻ പോകുന്നുണ്ട്. അത്തരത്തിലൊരു സൂചനയായിട്ടാണ് ഷൈൻ ടീച്ചർ പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നു? ഇല്ല, അങ്ങനെയുള്ളതല്ല. ഇനി CPM നേതാക്കന്മാർക്കെതിരായി പൊട്ടാൻ പോകുന്ന ബോംബിൻ്റെ ഭാഗമാണിതെന്നുള്ളത് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറയട്ടെ, അതിൻ്റെ ഭാഗമാണ് ഇതെന്ന് പറയട്ടെ. അതല്ല, അത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ അത് തങ്ങളുടെ പാർട്ടിയിൽ പെട്ടത് അല്ലെന്നവർ പറയട്ടെ. എന്നാലേ നമുക്കത് കൂട്ടി വായിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ട സമയത്തും പറഞ്ഞത് ഇത് CPMൻ്റെ ആളുകളിൽ നിന്നാണ് ഇത് ആദ്യം വന്നത്, എവിടെ നിന്ന് വന്നു എന്ന്, ഈ വാർത്ത വന്നു എന്ന് CPM പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിശ്വസ്തമായ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാകുമല്ലോ. അദ്ദേഹം അല്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം വ്യക്തമാക്കട്ടെ. കാരണം എല്ലാ രാഷ്ട്രീയ നേതൃത്വവും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണിത്. കേരളത്തിനൊരു സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരമുണ്ട്. എന്തെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടെങ്കിലും പരസ്പര ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം വെച്ച് പുലർത്തുന്നൊരു കൾച്ചർ, സംസ്കാരം, പൊളിറ്റിക്കൽ കൾച്ചർ നമുക്കുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ. ഇപ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ, ഏത് ചാനലാണെങ്കിലും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ. അപ്പോൾ അതിന് സംഭാവന നൽകേണ്ട ആളാണ് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്തരം തെളിവുകളുണ്ടെങ്കിൽ ആയിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് അത് സമൂഹത്തിൻ്റെ മുമ്പാകെ വ്യക്തമാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമൂഹ മാധ്യമങ്ങളിൽ മുഖമില്ലാത്തതുമല്ലാത്തതുമായ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ വരും. ഒരു പത്രത്തിൽ ഇതുമായി സംബന്ധിച്ച് വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? പത്രത്തിൻ്റെ കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാനിടയായി. ഏത് പത്രം എനിക്ക് സുഹൃത്തുക്കൾ അയച്ചതെന്നാണ്, ഏത് പത്രമാണെന്നുള്ള നിഗമനത്തിൽ ഞാൻ എത്തിയിട്ടില്ല. പത്രങ്ങളിൽ വന്നു അത്. ഇപ്പോൾ നിങ്ങൾ സഹപ്രവർത്തകരാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മാനസിക പ്രയാസങ്ങൾ എന്താണ് സംബന്ധിച്ചത്? എനിക്ക് മാനസിക പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ മാനസിക വേദന അനുഭവിക്കേണ്ട ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം പിന്നെ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ ഒരു തളികയിൽ വെച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. രാവിലെ ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നൊന്നും ഒരു ഉറപ്പുമില്ല. അങ്ങനെ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. അപ്പോൾ ഈ കള്ളപ്രചരണത്തിലൊന്നും നമ്മുടെ മനസ്സ് തകർക്കാൻ കഴിയില്ല. ടീച്ചറും അങ്ങനത്തെ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ്. അപ്പോൾ മനോവേദന അനുഭവിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആലോചിക്കണം. നമുക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം വീടും കുടുംബവും മക്കളും
എല്ലാവരും സമാധാനപരമായ ജീവിതം നയിക്കണവരാണെന്ന് അവർ ആലോചിക്കണം. ഈ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതിയാണ്. രണ്ടുപേരും ധൈര്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നും ചെയ്തു. പരാതി സംബന്ധിച്ച ഉള്ളടക്കം എന്തായിരുന്നു? ഇത് തന്നെ പരാതി ഇത് വ്യാജ പ്രചരണമാണെന്നും ഇതിൻ്റെ ഉറവിടം ഇന്നതാണെന്നും അത് ഏറ്റെടുത്ത് ഇന്ന ആളുകൾ പേര് വെച്ചും ചിത്രം വെച്ചും എല്ലാം പ്രചരണം നടത്തുന്നുണ്ടെന്നും അത് വ്യക്തിപരമായി നമ്മളെ തേജോവധം ചെയ്യുന്നതാണെന്നും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്നതാണെന്നും എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് സത്യസന്ധമായി അന്വേഷിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ ഇവരെ അവതരിപ്പിച്ച് മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയോടും DGPയോടും എല്ലാം നടത്തിയിട്ടുള്ള അഭ്യർത്ഥന. അവസാനമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു സാധനം CPM വിഭാഗീയതയുടെ ഭാഗമായിട്ട് വന്ന ഒരു സംഭവമാണ് എന്നുള്ളൊരു സൂചന കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. അതിനോടുള്ള പ്രതികരണം? CPMനകത്ത് അങ്ങനെ ഒരു വിഭാഗീയതയുടെ പ്രശ്നമില്ല. ഇപ്പോൾ CPM മാത്രമല്ല, ഏത് പാർട്ടിയിലും തെറ്റായ ഒരുപാട് പ്രവണതകൾ വരാമല്ലോ. CPMനകത്ത് വന്നിട്ടുണ്ട് പല കാര്യങ്ങൾ, ആശയപരവും പ്രത്യയശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള തർക്കങ്ങൾ പല കാലത്തും വന്നിട്ടുള്ളതാണ്. എന്തായാലും വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയോ ഏതെങ്കിലും ചേരികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിഭാഗീയത CPMനകത്തില്ല, ഇന്നില്ല. അപ്പോൾ അത് അദ്ദേഹം ഊഹിക്കുന്നത് അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. അത് CPMനേക്കാൾ CPMുമായിട്ട് കോൺഗ്രസിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ലല്ലോ. കോൺഗ്രസ്സാണ് ഏറ്റവും മോശപ്പെട്ട ജീർണാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ നിന്നും സാംസ്കാരികമായ അധപ്പതനം, മാങ്കൂട്ടത്തിൻ്റെയൊക്കെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ഈ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട എത്തിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസിന് ഒരു ബദലായിട്ടാണ് ഈ കേസിനെ അവതരിപ്പിക്കുന്നതെന്ന് ഷൈൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അത് ഷൈൻ ടീച്ചറോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോട് ചോദിക്കേണ്ട ചോദ്യം അല്ലല്ലോ. ഷൈൻ ടീച്ചർ നിങ്ങളോട് മാധ്യമങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞേക്കണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ടീച്ചർ അവിടെ ചോദിച്ചു എന്നുള്ളത് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ല. ടീച്ചർ തന്നെ നൽകേണ്ട ഉത്തരമാണ്. ഏതായാലും നിയമ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായും നിയമ നടപടിയായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും. അത് തന്നെയാണ് പറയുന്നത്. ഈ വിഷയത്തിൽ തനിക്കെതിരെയുള്ള അപവാദ പ്രചരണത്തിൽ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സുഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.